ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ വന്നിരിക്കുന്ന ഡേ 2 വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടാണ്. അപ്പോൾ ഡേ 2 കണ്ടാലോ ഹോണവരില്ലേ. അപ്പോൾ ഇന്ന് ഡേ 2 ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത് ബോട്ടിംഗ് ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ബോട്ടിങ്ങിന് പോയിട്ടാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ബോട്ടിംഗ് നല്ല രസമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബോട്ടിൻ്റെ ശബ്ദം സഹിക്കാൻ പറ്റാത്തതായിരുന്നു. കുറേ നേരം കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യുന്നു. പിന്നെ കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു ഈ രാവിലെ തന്നെയുള്ള ബോട്ടിംഗ് യാത്ര. കുറേ നേരം അങ്ങനെ വെള്ളത്തിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, ബോട്ടിങ്ങായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ നേരം നദിക്കരയിലൂടെ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിലെ കൂടെയൊക്കെ ഇങ്ങനെ ബോട്ടിലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഓപ്പോസിറ്റ് തന്നെ ആയതുകൊണ്ട് നമ്മുടെ മുഖത്തടിക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരു സൈഡ് വ്യൂ ഒക്കെ കാണുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അതുമല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയുള്ള യാത്രയായതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണവും എല്ലാവരുടെ മുഖത്ത് ഇച്ചിരി കാണാനുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ മറന്നുകൊണ്ട് എല്ലാവരും ഒരു ഹാപ്പി വൈബിൽ എല്ലാവരും ചില്ല് ചെയ്തുകൊണ്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം കുറേ മണിക്കൂർ ഉണ്ടായിരുന്ന യാത്ര അങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ കുറേ നേരം നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരുന്നു. പിന്നെ അധികം എനിക്കൊന്നും പറയാനില്ല, കുറച്ച് നേരം നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണൂ. പിന്നെ ഇതുപോലെ ചില ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല സ്ഥലങ്ങൾ ആ ബോട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മാംഗ്രൂവ് ഫോറസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കാണുമ്പോൾ അതൊക്കെ ഒത്തിരി ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെയെങ്കിൽ ഈ ആമ്പൽത്തോട്ടം കാണാമെന്ന് വിചാരിച്ചോട്ട് പോയപ്പോഴത്തോട്ടും അവിടുത്തെ ആമ്പൽ പൂക്കളൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും 2 സൈഡ് മാംഗ്രൂവ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ബോട്ടിലൂടെ കുറേ നേരം നമ്മളെല്ലാവരും യാത്ര ചെയ്തു. അങ്ങനെ കുറേ നേരത്തെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ബോട്ട് യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കഫേ കയറി അങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്തെന്ന് വെച്ചാൽ മസാല ദോശയൊക്കെ ആയിരുന്നു. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അപ്സരകൊണ്ട ഫാൾസ് ആൻഡ് ബീച്ചിലോട്ടായിരുന്നു. അവിടുത്തെ മറൈൻ പാർക്കിലോട്ടായിരുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മറൈൻ പാർക്കിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കുറച്ചധികം നേരം നമ്മുടെ മറൈൻ പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ മറൈൻ പാർക്കിൽ കുറച്ചധികം നേരം ചുറ്റിയടിച്ച് നടന്ന് കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയായിരുന്നു. ഇതൊരു ചെറിയ വാട്ടർഫാൾസാണ്. അപ്പോൾ കുറച്ച് സമയം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ആർക്കും വാട്ടർഫാൾസിൻ്റെ അവിടെ ഒന്നും ഇറങ്ങാൻ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളാരും ആ വാട്ടർഫാൾസിൻ്റെ അവിടെ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് സ്ഥലം കാലിയാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിലോട്ടായിരുന്നു. അതെവിടെയെന്ന് വെച്ചാൽ അപ്സരകൊണ്ട ബീച്ചായിരുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ അപ്സരകൊണ്ട ബീച്ച്.
ഇവിടെ നമുക്ക് ഇറങ്ങാനൊന്നും വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഇത് ഇച്ചിരി ഡേഞ്ചറുള്ള ബീച്ചായതുകൊണ്ട് അവർ ഇറങ്ങാൻ വേണ്ടി അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചുമ്മാ സീ ഷോറിലെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കായിരുന്നു അടുത്ത പ്രധാനം ഇത്. കാരണം ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതായിരുന്നു അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നേരം ബീച്ചിലെ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മാംഗ്രൂവ് ഫോറസ്റ്റിലോട്ടായിരുന്നു. മാംഗ്രൂവ് ഫോറസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് പോയതിൽ നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയായിരുന്നു ഈ മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഹൊണോവർ പോയത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ മാംഗ്രൂവ് ഫോറസ്റ്റ്. ഫസ്റ്റ് ഇഷ്ടപ്പെട്ട യാന കേവ് ആയിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടത് ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ ഞാൻ പറയുന്നില്ല ഫസ്റ്റ് തന്നെ, നിങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുറ്റും മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പാലം വെച്ചിട്ട് ആ പാലത്തെ കൂടി പോയിട്ടാണ് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റുള്ള ആ സ്ഥലത്തോട്ട് എത്താൻ പോകുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് ഈ പാലത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടക്കാൻ വേണ്ടി. കായലിൻ്റെ നടുവിലായിട്ട് അങ്ങനെ നടന്ന് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ആ ഒരു എൻഡിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇങ്ങനെ നടക്കാൻ വേണ്ടി നല്ലൊരു ഫീലായിരുന്നു. ഇതായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയായിരുന്നു നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും 2 സൈഡും മാംഗ്രൂവ് ഫോറസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു ഫീൽ തന്നെയായിരുന്നു ഇതിൽ കൂടി നടക്കാനൊക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടേ. ഇതിൻ്റെ ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല രസമായിരുന്നു. സത്യം ചെറിയ പേടിയൊക്കെ ആവും പിടിച്ചിട്ട് നടക്കാനില്ലായിരിക്കുമ്പോൾ, എങ്കിലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ നേരം മാംഗ്രൂവ് ഫോറസ്റ്റൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും. അങ്ങനെ മാംഗ്രൂവ് ഫോറസ്റ്റൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തോട്ടും ലഞ്ച് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മാർത്താമ സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലഞ്ചിന് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിഷസ് ഉണ്ടായിരുന്നത്. സാമ്പാർ, മീൻ വറുത്ത, പപ്പടം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ നാട്ടിൽ പോകുമായിരുന്നു 2 ദിവസം കൂടി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാം നാട്ടിലോട്ട് എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടി മിസ്റ്റർ പേടയിലോട്ട് പോയി കുറച്ച് മിസ്റ്റർ പേഡേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോം സ്റ്റേയിൽ എത്തിയിട്ട് കുറേ നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോഴത്തോട്ടായിരുന്നു നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എവിടെയെന്ന് വെച്ചാൽ മുരുടേശ്വരം ടെമ്പിളിലോട്ടായിരുന്നേ. അങ്ങനെ ആദ്യം തന്നെ മുരുടേശ്വരം ടെമ്പിളിൽ പോയി. അങ്ങനെ നമ്മളെല്ലാവരും കുറേ നേരം അമ്പലത്തിൽ പോയി, അമ്പലത്തിനകത്ത് പോയി പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ബീച്ചിലോട്ട് പോവാതെ എങ്ങനെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും മുരുടേശ്വരം ബീച്ചിൽ വൈകുന്നേരം തൊട്ട് ഒരു രാത്രി വരെ മുരുടേശ്വരം ബീച്ചിൽ തന്നെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മളെല്ലാവരും കുറേ നേരം മുരുടേശൻ ബീച്ചിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മുടെ ജോഹനും നൈഷാനാണെങ്കിൽ പറയേ വേണ്ടായിരുന്നു, കുറേ നേരം ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മുരുടേശൻ ബീച്ചിൽ ഇങ്ങനെ ആഴമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നടന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കുറേ നേരം അവിടെ ഇരുന്നും കളിച്ചൊക്കെ കുറേ നേരം അങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം ഉല്ലസിച്ച് നടന്നു. പോയിട്ടാകുമ്പോൾ ബീച്ചിൽ മൊത്തത്തിൽ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ കളിച്ച് ഉല്ലസിച്ച് സമയമൊക്കെ കളഞ്ഞു. അപ്പോൾ അത് പ്രത്യേകം വേറൊരു വൈബായിരുന്നേ. പിന്നെ നമ്മളെല്ലാവരും ഒരു സന്ധ്യാസമയമായതുകൊണ്ട് പോയപ്പോൾ തന്നെ വെയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രത്യേക ഭംഗിയൊക്കെ ഫീൽ ചെയ്തു. എനിക്കാണെങ്കിൽ ഒത്തിരി നനയാനൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം വെള്ളത്തിൽ ഇറങ്ങി കളിച്ചൊന്നുമില്ല, ഇങ്ങനെ കാലൊക്കെ നനച്ച് നടക്കുമായിരുന്നു. ബാക്കി എല്ലാവരും ഇങ്ങനെ മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ സന്ധ്യ ആയപ്പോഴത്തോട്ട് ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ നിറയെ ലൈറ്റൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതും ഒരു പ്രത്യേക നല്ല ഭംഗിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഡേ 2 വിശേഷങ്ങൾ. താങ്ക് യു ഓൾ.